വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. തിരുവനന്തപുരം വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടു. കേരള എക്സ്പ്രസിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് സംഭവം. കമ്പാർട്ട്മെന്റിൽ കയറിയ ആൾ വർക്കല അയന്തി ഭാഗത്ത് വെച്ച് യുവതിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് സംഭവിച്ചത് മേഘന? ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കേരള എക്സ്പ്രസിൽ നിന്ന് യുവതിയെ കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. യുവതിക്ക് ഗുരുതര പരിക്കുകളുണ്ട്. ആദ്യം പാളത്തിലേക്ക് വീണ യുവതിയെ നാട്ടുകാർ ചേർന്ന്, ഈ യാത്രക്കാരടക്കം ചേർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക്, വർക്കല സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് അതിഗുരുതര പരിക്കുള്ളതിനാൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് യുവതിയെ മാറ്റുകയാണ്. കമ്പാർട്ട്മെന്റിൽ കയറിയ ഒരാൾ തള്ളിയിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ യാത്രക്കാരുടെ കൂടെ യാത്ര ചെയ്ത ആളുടെ മൊഴിയായിട്ട് വരുന്നത്. പക്ഷേ ആരാണ് ഈ തള്ളിയിട്ടത്, അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ യുവതിക്ക് ഗുരുതര പരിക്കുകളുണ്ട്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കേരള എക്സ്പ്രസിൽ നിന്നാണ് യുവതി വീണത്. തള്ളിയിട്ടത് തന്നെയാണ് എന്നുള്ളതാണ് യാത്രക്കാരടക്കം പറയുകയും ചെയ്യുന്നത്. ആദ്യം വർക്കല സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ഈ കമ്പാർട്ട്മെന്റിൽ കയറിയ ആൾ, അത് യാത്രക്കാരൻ, യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ല, മറിച്ച് കമ്പാർട്ട്മെന്റിൽ മറ്റൊരു സ്റ്റോപ്പിൽ നിന്ന് കയറിയ ആൾ തള്ളിയിടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ വർക്കല അയന്തി മേൽപ്പാലത്തിന്റെ ഭാഗത്ത് വെച്ചായിരുന്നു ഈ ട്രാക്കിലേക്ക് തള്ളിയിട്ടത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വർക്കല പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. യുവതിയുടെ നില, അത് ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങളും ഇപ്പോൾ അറിയിക്കുന്നത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്ന കേരള എക്സ്പ്രസിലായിരുന്നു യുവതി സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിലായിരുന്നു സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്നാണ് പുറത്തേക്ക് വീണത്. തള്ളിയിട്ടു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കൂടെയുള്ള യാത്രക്കാരുടെ അടക്കം മൊഴിയായി പുറത്തേക്ക് വരുന്നത്. മേഘന, ഇത് ഇയാളെ എവിടെ നിന്നാണ് ഈ ട്രെയിനിലേക്ക് കയറിയത്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ? ഈ യുവതിയുടെ പരിക്ക് ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുന്നു. ട്രെയിനിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമല്ലോ മേഘന. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതമായി കയറുന്ന ഒരിടമാണ് ലേഡീസ് കമ്പാർട്ട്മെന്റ്. ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്നാണ് യുവതിക്ക് പരിക്കേറ്റത് എന്നുള്ളതാണ്, യുവതിയെ തള്ളിയിട്ടത് എന്നുള്ളതാണ്. ഇത് സ്ത്രീയാണോ പുരുഷനാണോ യുവതിയെ തള്ളിയിട്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വ്യക്തതയില്ല. ഈ 9:30 കൂടിയാണ് വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതിയെ എത്തിക്കുന്നത് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. എപ്പോഴാണ് ഈ സംഭവം എന്നുള്ള കാര്യം, ഈ സമയത്തിന്റെ കാര്യത്തിലും ഒരു വ്യക്തത കുറവുണ്ട്. പക്ഷേ ഈ യുവതിയെ തള്ളിയിട്ടത് തന്നെയാണ്, ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടത് തന്നെയാണ് എന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ മൊഴി. അതിൽ യുവതി ഒറ്റയ്ക്കായിരുന്നോ യാത്ര ചെയ്തത് എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ വർക്കല പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ട്രെയിനിൽ മുന്നേയും ഈ ഒരു കഴിഞ്ഞ മണിക്കൂറുകളിലടക്കം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, യാത്രക്കാരി എവിടെ നിന്ന് കയറിയതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വർക്കല പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളും നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് യുവതിയുടെ പരിക്ക് ഈ ട്രാക്കിൽ വീണ് കിടക്കുന്ന രീതിയിലായിരുന്നു യുവതിയെ നാട്ടുകാർ കണ്ടിട്ടുണ്ടായിരുന്നത്. റെയിൽവേ പോലീസ് അടക്കം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ യുവതിയെ അവിടെ നിന്ന് എടുത്ത് ആദ്യം വർക്കല സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. പിന്നീട് യുവതിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിൽ എന്താണ് കാരണം എന്നുള്ളത് വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. എന്തായാലും ഞെട്ടിക്കുന്ന വിവരം, അത് ഒരു രാത്രിയിൽ സഞ്ചരിച്ചിരുന്ന യുവതിയെ ട്രാക്കിലേക്ക് തള്ളിയിട്ടു എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.